അപ്പോൾ നമ്മൾ മലയാള ഭാഷയുടെ സ്വന്തമായ ശൈലിയെ കണ്ട മലയാളത്തിലെ നാടകകൃത്തുക്കളെയും നാടകങ്ങളെയും കണ്ടു. വീണ്ടും മറ്റൊരു സംശയം ഇവിടെ പ്രസക്തമാണ്. എന്താണ് നാടകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്. ഇനി നാടകത്തെക്കുറിച്ച് അടുത്തൊരു ചോദ്യമാണ്, എന്താണ് നാടകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വിശാലമായ ഒരു പശ്ചാത്തലത്തിൽ ചർച്ച ചെയ്യേണ്ട ഒന്നാണ് നാടകം എന്ന് പറയുന്നത് എന്താണെന്ന്. സാധാരണ രീതിയിൽ ചുരുക്കി പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. വിശാലമായ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ഇതിൻ്റെ ചർച്ചയൊരുക്കണം. കഴിഞ്ഞ 100-200 കൊല്ലമായിട്ടെങ്കിലും നാടകം ഭാരതീയരുടെ മനസ്സിലൊരു പ്രത്യേക സാഹിത്യരൂപവും അതുവഴി രംഗരൂപവും അനാവരണം ചെയ്യുന്നു. അനാവരണം ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ കാണിച്ചു തരികയാണ്. അപ്പം കഴിഞ്ഞ 100-200 കൊല്ലക്കാലമായിട്ട് നാടകം ഭാരതീയരുടെ മനസ്സിലൊരു പ്രത്യേക സാഹിത്യരൂപമാണല്ലേ? അത് സത്യമാണ്. അതുവഴി തന്നെ ഒരു രംഗകലാരൂപമാണ്. എന്താണ് ഈ സാഹിത്യരൂപം? അപ്പോൾ വയലാ വാസുദേവൻ പിള്ള അതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കുകയാണ്. സംഘടനാത്മകമായ ജീവിത മുഹൂർത്തങ്ങളെ നിബന്ധിച്ച ഇതിവൃത്തവും അതിനനുസരിച്ചുള്ള കഥാപാത്ര ചിത്രീകരണവും ഈ കഥാപാത്രങ്ങളുടെ മനസ്സിൻ്റെ ആഴവും ചുഴിയും വെളിപ്പെടുത്തുന്ന സംഭാഷണവും കൊണ്ട് മെനഞ്ഞെടുക്കുന്ന ഒരു സാഹിത്യരൂപം തന്നെയാണ് നാടകം. അപ്പോൾ ഒരു വിശാലമായ പശ്ചാത്തലത്തിൽ വിവരിച്ചുകൊണ്ട് വയലാ വാസുദേവൻ പിള്ള പറയുകയാണ്, 100-200 കൊല്ലമായിട്ട് ഭാരതീയരുടെ മനസ്സിലെ ഒരു പ്രത്യേക സാഹിത്യ രൂപമായിട്ട് അതുവഴി ഒരു രംഗരൂപമായിട്ട് ഇതിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് നാടകം എന്ന് പറയുന്ന സാഹിത്യരൂപം. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, സംഘടനാത്മകമായ, സംഘടനയല്ല സംഘട്ടനം, സംഘടനാത്മകമായ ജീവിത മുഹൂർത്തങ്ങളെ നിബന്ധിച്ച, അപ്പം ഒരുപാട് സംഘട്ടനങ്ങൾ മനസ്സിൻ്റെ അല്ലെങ്കിൽ മനുഷ്യ മനസ്സുകളുടെ ചില വികാര വിക്ഷോഭങ്ങളുടെ വേലിയേറ്റങ്ങൾ മുഴുവൻ കാണാം. സന്തോഷമുണ്ടാകാം, സങ്കടമുണ്ടാകാം, അങ്ങനെ എല്ലാ വികാരങ്ങളുടെയും, പ്രത്യേകിച്ച് ഈ വികാരങ്ങളുടെ എല്ലാം സംഘടനാത്മകമായ ജീവിത മുഹൂർത്തങ്ങളെ നിബന്ധിച്ച എന്ന് പറഞ്ഞാൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇതിവൃത്തമുണ്ടതിന്. എന്താ ഇതിവൃത്തം എന്ന് പറയുന്നത്? സാധാരണ ഇതിവൃത്തം എന്ന് പറയുന്നത് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രമേയം, ഇതിവൃത്തം. ആ ഇതിവൃത്തവും അതിനനുസരിച്ച് കഥാപാത്ര ചിത്രീകരണങ്ങളും, ഈ ഇതിവൃത്തത്തിനനുസരിച്ച് കഥാപാത്രങ്ങളുടെ ചിത്രീകരണം. എന്നിട്ടോ ഈ കഥാപാത്രങ്ങളുടെ മനസ്സിൻ്റെ ആഴവും അവർ വെളിപ്പെടുത്തുന്ന ആഴവും ചുഴിയും എന്നൊക്കെ പറഞ്ഞാൽ അവർ വെളിപ്പെടുത്തുന്ന സംഭാഷണവും ഒക്കെ കൊണ്ട് ഇത് മെനഞ്ഞെടുക്കുകയാണ്. അതായത് ശരിക്കും അഭിനയിപ്പിച്ച് ഫലിപ്പിക്കേണ്ട ഒന്ന് തന്നെയാണെന്ത്? നാടകം. അപ്പോൾ രംഗാവതരണ കലയാണ് നാടകം. നമ്മൾ നാടകത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ആദ്യ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചതാണ്. ആ ക്ലാസ്സിലെ നോട്ട് എഴുതി വെക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞതാണ്. അപ്പം എന്താണ് നാടകം? സാഹിത്യ കലാരൂപങ്ങളിൽ ഏറ്റവും പഴക്കം ചെന്ന ഒരു കലാരൂപം തന്നെയാണ് നാടകമെന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നോക്കിക്കേ, നാടകത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? സംഘടനാത്മകമായ ജീവിത മുഹൂർത്തങ്ങൾ, അതിനെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഇതിവൃത്തം, അതിനനുസരിച്ച് കഥാപാത്രങ്ങൾ ചിത്രീകരിക്കുന്നു. ഈ കഥാപാത്രങ്ങളുടെ അഭിനയത്തിൽ അല്ലെങ്കിൽ കഥാപാത്രങ്ങളുടെ സംഭാഷണത്തിലൂടെ, അവരുടെ അഭിനയങ്ങളിലൂടെ അവരുടെ മനസ്സിൻ്റെ ആഴവും ചുഴിയും ഒക്കെ വെളിപ്പെടുത്തുന്ന ചില സംഭാഷണങ്ങളും ഒക്കെ കൊണ്ട് മെനഞ്ഞെടുക്കുന്ന ഒരു സാഹിത്യരൂപമാണ് നാടകം. അതാണ് പറഞ്ഞ വിശാലമായൊരു പശ്ചാത്തലത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ് എന്ന്. ഈ സാഹിത്യരൂപത്തെ പൊതുവെ പ്രൊസീനിയം സ്റ്റേജിൻ്റെ 4 അതിരുകളിൽ നിർത്തി യഥാർത്ഥ അഭിനയ സമ്പ്രദായങ്ങളിലൂടെ രംഗകലയാക്കുന്ന സംവിധാന സമ്പ്രദായമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പ്രൊസീനിയം സ്റ്റേജ് എന്താണെന്നൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചതാണ്. ഈ സാഹിത്യരൂപത്തെ പൊതുവെ, അപ്പം നാടകം എന്ന് പറയുന്ന സാഹിത്യരൂപത്തെ പൊതുവെ അങ്ങ് ഒരു പ്രൊസീനിയം സ്റ്റേജിൻ്റെ 4 അതിരുകൾക്കുള്ളിൽ നിർത്തിയിട്ട് യഥാർത്ഥ അഭിനയ സമ്പ്രദായങ്ങളിലൂടെ രംഗകലയാക്കുന്ന സംവിധാന സമ്പ്രദായം. ഇവിടെ നാടകകൃതി ഘടനയിൽ നിർദ്ദിഷ്ട ലക്ഷ്യം വെച്ച് മുന്നേറുന്ന ക്രിയാംശ വികസന സാധ്യതയുള്ള നാടക ബീജം അഥവാ നാടക കാര്യം ഉൾക്കൊള്ളുന്നു എന്നതും സത്യം. അപ്പം നാടകകൃതിയിൽ നിർദ്ദിഷ്ടമായിട്ടൊരു ലക്ഷ്യം വെച്ച് മുന്നേറുന്ന ചില കഥാതന്തുക്കളുണ്ട്, അതാണ് നാടക ബീജം. അഥവാ ആ നാടക കാര്യത്തെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ക്രിയാഭദ്രതയും കാര്യകാരണ ബന്ധവും
നാടകത്തെ സംബന്ധിച്ച് അനുപേക്ഷണീയമാണ്. എന്തെങ്കിലും പറഞ്ഞു പോകാൻ പറ്റില്ല. സോഫോക്ലീസിന്റെ ഇതിന് ഉദാഹരണമായിട്ട്, അതായത് ഈ പറഞ്ഞു വച്ചിരിക്കുന്ന ക്രിയാഭദ്രത, നാടകത്തിൻ്റെ ലക്ഷ്യം, നാടകത്തിലെ കാര്യകാരണ ബന്ധം, ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന് പറഞ്ഞു വെച്ചപ്പോൾ സോഫോക്ലീസിന്റെ ഇഡിപ്പസ് ആയാലും ഈ രൂപഘടനാവാദം ശരി തന്നെയാണ്. അതായത് നാടകങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം? ക്രിയാഭദ്രത വേണം, ഒപ്പം തന്നെ കാര്യകാരണ ബന്ധം വേണം, നാടകത്തിന് ഒരു നിർദ്ദിഷ്ട ലക്ഷ്യം വേണം, അതോടൊപ്പം തന്നെ നാടക കാര്യം ഉൾക്കൊണ്ടിരിക്കണം. അങ്ങനെ ഇത്തരം നാടകങ്ങളുടെ രംഗാവതരണം ഒരു നിശ്ചിത രംഗശില്പത്തിൽ ഒതുക്കുകയും ചെയ്യുന്നു. അങ്ങനെ പ്രമേയം ഇവിടെ പ്രശ്നാധിഷ്ഠിതമായി നിൽക്കുകയാണ്. പ്രകടനം യഥാതഥം എന്നൊക്കെ പറഞ്ഞാൽ റിയലിസം. അപ്പൊ പ്രമേയം പ്രശ്നത്തിലും പ്രകടനം റിയലിസവുമാണ്. പൊതുവെ നമ്മുടെ നാടക വിദ്യാർത്ഥികൾ ഇത്തരം ദൃഢബന്ധമായ സാഹിത്യ രംഗരൂപങ്ങളെയാണ് നാടകം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം നാടക വിദ്യാർത്ഥികൾ, നാടകത്തെ അടുത്തറിഞ്ഞ് പഠിക്കുന്ന വിജ്ഞാന കുതുകികൾ ശരിക്കും ദൃഢബന്ധമായ സാഹിത്യ രംഗരൂപങ്ങളെയാണ് നാടകമെന്ന് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പം അവരുടെ വിശാലമായ ചിന്തയിൽ, അല്ലെങ്കിൽ നാടക സാഹിത്യ രൂപത്തെക്കുറിച്ച് പഠിക്കുന്നവർ പറയുന്നത് ദൃഢബന്ധമായിട്ടുള്ള സാഹിത്യ രംഗരൂപമാണ് നാടകമെന്നാണ്. ദൃഢമെന്നൊക്കെ പറഞ്ഞപ്പോൾ അർത്ഥം കിട്ടില്ലേ? ദൃഢബന്ധമായ സാഹിത്യ രംഗരൂപങ്ങളെ ആണ് നാടകമെന്ന് അർത്ഥം വെക്കുന്നത്. അങ്ങനെ ആസ്വാദകന്റെയും വിശേഷിച്ച് നവീന വിദ്യാഭ്യാസം നേടിയ പ്രേക്ഷകന്റെയും രംഗാവബോധം ഈ ഘടനയിലാണ് ഒതുങ്ങി നിൽക്കുന്നത്. ശ്രദ്ധിക്കണം, ആസ്വാദകന്റെയും വിശേഷിച്ച് നവീന വിദ്യാഭ്യാസം നേടുന്ന പ്രേക്ഷകന്റെ രംഗാവബോധം, എന്താ അവബോധം? അറിവ് ഈ ഘടനയിൽ ഒതുങ്ങി നിൽക്കുന്നു. ഏത് ഘടനയിൽ? ദൃഢബന്ധമായ സാഹിത്യരൂപം എന്ന രീതിയിൽ നാടകത്തെ ഒതുക്കി നിർത്തുന്നു. അപ്പം ഈ പാരഗ്രാഫിൽ പറയാൻ ശ്രമിച്ചത്, നാടകം എന്ന് പറയുന്ന വിശാലമായ ഒരു പശ്ചാത്തലത്തിൽ ചർച്ച ചെയ്യണം. 100-200 കൊല്ലം മുൻപേ ഇതിനെക്കുറിച്ച് ചർച്ചയുണ്ടായിരുന്നതാണ്. നാടകത്തിന് നിർദ്ദിഷ്ടമായൊരു ലക്ഷ്യമുണ്ടാകണം. അങ്ങനെ ആ നിർദ്ദിഷ്ടമായ ലക്ഷ്യം വെച്ച് അത് മുന്നേറണം. അതായത് ക്രിയാഭദ്രതയും കാര്യകാരണ ബന്ധവും നാടകത്തിൽ നിന്ന് ഒഴിച്ചു നിർത്താൻ പറ്റാത്ത ഒരു സവിശേഷതയാണ്. അതുകൊണ്ട് പ്രൊസീനിയം സ്റ്റേജിന്റെ 4 അതിരുകളിൽ യഥാർത്ഥ അഭിനയ സമ്പ്രദായങ്ങളിലൂടെ രംഗകലയാക്കുന്ന സംവിധാന സമ്പ്രദായത്തിൽ കാര്യകാരണ ബന്ധവും ക്രിയാഭദ്രതയും നഷ്ടപ്പെടരുത്. സോഫോക്ലീസിന്റെ ഈഡിപ്പസ് പോലെയാണെങ്കിലും ഈ രൂപഘടനാവാദത്തെ മാറ്റി നിർത്താൻ പറ്റില്ല. വീണ്ടും പറയുകയാണ്, നാടകകലയെക്കുറിച്ച് പഠിക്കുന്ന പഠിതാക്കൾക്ക് നാടകമെന്ന് പറയുന്നത് ദൃഢബന്ധമായ ഒരു സാഹിത്യ രംഗരൂപമാണ്. ദൃഢബന്ധമായ ഒരു സാഹിത്യ രംഗരൂപം. വീണ്ടും പറയുന്നു, വിദേശീയരുടെ ആഗമനത്തോടെ നമ്മുടെ മണ്ണിൽ പറിച്ചു നടപ്പെട്ട ഒരു നാടക സങ്കല്പമാണ് ഇതുവരെ സൂചിപ്പിച്ചതെന്ന് പലരും ഓർക്കുകൂടി ചെയ്യുന്നില്ല. കേൾക്കണം, വൈദേശിക ബന്ധത്തിന്, വിദേശാധിപത്യത്തിനും അധിനിവേശ ബന്ധങ്ങൾക്കും അടിമപ്പെട്ടു പോയാൽ പ്രേക്ഷകനും ആസ്വാദകനും തമ്മിൽ ഉടമ ബന്ധമായിരിക്കും. അതുകൊണ്ട് തനത് നാടകവേദിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എൻ്റെ തനത് നാടക സങ്കല്പം ഇതാണ്, അല്ലെങ്കിൽ ഞാൻ ഉൾക്കൊള്ളുന്ന മലയാള സാഹിത്യവേദിയുടെ തനത് നാടക സങ്കല്പം ഇതാണെന്ന് പറയാൻ ശ്രമിക്കുന്ന വയലാ വാസുദേവൻ പിള്ള പറയുകയാണ്, വിദേശീയരുടെ ആഗമനത്തോടെ നമ്മുടെ മണ്ണിൽ പറിച്ചു നടപ്പെട്ട ഒരു നാടക സങ്കല്പമാണ് ഇതുവരെ സൂചിപ്പിച്ചതെന്ന് പോലും പലർക്കും ഓർമ്മയില്ല. അത് അത്രയ്ക്കേറെ നമ്മുടെ നാടകബോധത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും ഭാഗമായി കഴിഞ്ഞു. എന്ത്? വിദേശീയരുടെ ആഗമനം. എന്നാൽ പാശ്ചാത്യമായി ഈ മാതൃക മാറ്റിവെച്ചിട്ട് പൗരസ്ത്യ മാതൃകയ്ക്ക് വേണ്ടി ഒരു അന്വേഷണം നടത്തിയാൽ തികച്ചും ആഹ്ലാദകരമായ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് കഴിയും. അപ്പോഴ് പൗരസ്ത്യ നാടകവേദി കേവലം ഭാരതീയം മാത്രമല്ലട്ടോ, ചൈന, ജപ്പാൻ, ഇന്തോനേഷ്യ, തായ്ലൻഡ്, ബർമ തുടങ്ങിയ രാജ്യങ്ങളിലെ ക്ലാസിക്കലും നാടോടിയുമായ നാടകവും ഉൾപ്പെടുന്നതാണ്. അപ്പൊ കേൾക്കണം, പൗരസ്ത്യ നാടകവേദി, പൗരസ്ത്യവും പാശ്ചാത്യവും, മനസ്സിലായില്ലേ? പാശ്ചാത്യം എന്ന് പറഞ്ഞാൽ വൈദേശികം, പൗരസ്ത്യം എന്ന് പറയുന്നത് താൻ ഉൾക്കൊള്ളുന്ന നാടിന്റെ ബന്ധം. അപ്പൊ പൗരസ്ത്യ നാടകവേദി കേവലം ഭാരതീയം മാത്രമല്ല, പകരം അതിന് ചൈനയും ജപ്പാൻ, ഇന്തോനേഷ്യ, തായ്ലൻഡ്, ബർമ തുടങ്ങിയ രാജ്യങ്ങളിലെ ക്ലാസിക്കുകളും നാടോടിയുമായ നാടകവുമായിട്ട്
ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഇവയ്ക്കെല്ലാം ഭാരതീയമായ നാടക പാരമ്പര്യത്തോടുള്ള ബന്ധം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ. ഭാരതത്തിൻ്റെ നാടകമാട്ടെ ആഢ്യമാണ്. ആഢ്യവും നാടോടിയുമായ എല്ലാ പ്രാദേശിക നാടകവേദിയും പ്രത്യേകിച്ച് സ്വാധീനിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഭാരതത്തിൻ്റെ ബന്ധത്തെക്കുറിച്ച്, പൗരസ്ത്യ നാടകവേദിയായ ഭാരതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൽ ചൈന, ജപ്പാൻ, ഇന്തോനേഷ്യ, തായ്ലൻഡ്, ബർമ്മ തുടങ്ങിയ രാജ്യങ്ങളിൽപ്പെട്ട ക്ലാസിക്കലും നാടോടിയുമായ നാടകങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാൻ ശ്രമിക്കുന്നതോടൊപ്പം അദ്ദേഹം പറയുകയാണ്, ഭാരതീയ നാടക പാരമ്പര്യത്തെ ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ ഭാരതത്തിൻ്റെ നാടകം എന്ന് പറയുന്നത് വളരെ ആഢ്യമാണ്. പ്രൗഢിയോടുകൂടി ആഢ്യവും നാടോടിയുമായ എല്ലാ പ്രാദേശിക നാടകവേദികളെയും പ്രത്യേകിച്ച് സ്വാധീനിച്ചതാണ് ഭാരതീയ പാരമ്പര്യം. അതുപോലെ അവയ്ക്കൊക്കെ കാരണമായ രംഗശീലക്രമം, ശാസ്ത്രീയമായി അപഗ്രഥിക്കുന്ന നാട്യശാസ്ത്രവും എല്ലാം പ്രാദേശിക നാടകവേദികളെയും സാരമായി, വളരെ ആഴത്തിൽ, സാരമായി എന്ന് പറഞ്ഞാൽ നിസാരമല്ല അർത്ഥം, സാരം എന്ന് പറഞ്ഞാൽ വളരെ ആഴത്തിൽ സ്പർശിച്ചിട്ടുണ്ട്. സാധാരണ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായാൽ സാരമായ പരിക്കെന്ന് പറഞ്ഞു കേട്ടാൽ നമ്മൾ അത് നിസാര പരിക്കെന്നല്ല മനസ്സിലാക്കേണ്ടത്. സാരമായ പരിക്കെന്ന് പറഞ്ഞാൽ ആഴത്തിലുള്ള പരിക്ക് എന്നാണ്, വളരെ ക്രിട്ടിക്കൽ എന്നാണ്. അതുപോലെ പറയുകയാണ്. അപ്പോൾ പ്രാദേശിക നാടകവേദി, അതും പ്രത്യേകിച്ച് ഭാരതത്തിലെ നാടകവേദി ആഢ്യവും നാടോടിയുമാണെന്ന് പറയാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇവയ്ക്കൊക്കെ കാരണം രംഗശീലക്രമവും ശാസ്ത്രീയമായ അപഗ്രഥനവും നൽകുന്ന നാട്യശാസ്ത്രം തന്നെയാണ്. നാടകത്തിൻ്റെ രംഗത്തിൻ്റെ ശീലം അല്ലെങ്കിൽ സംവിധാന ക്രമത്തെക്കുറിച്ച്, നാടകമെന്ന് പറയുന്ന രംഗാവതരണ കലയുടെ ക്രമത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ നാടകമെന്ന് പറയുന്ന രംഗാവതരണ കലയെ ശാസ്ത്രീയമായി അപഗ്രഥിക്കുന്ന ഭരതമുനിയുടെ നാട്യശാസ്ത്രമുണ്ട്. നാട്യശാസ്ത്രം എഴുതിയത് ഭരതമുനിയാണ്. ആ ഭരതമുനിയുടെ നാട്യശാസ്ത്രമെല്ലാം പ്രാദേശിക നാടകവേദികളെ വളരെ ആഴത്തിൽ സ്പർശിച്ചിട്ടുണ്ട്. അങ്ങനെ ഭാസൻ, കാളിദാസൻ, ഭവഭൂതി എന്നിവരുടെ നാടകങ്ങൾ ഭാരതീയ നാടക സ്വരൂപത്തിൻ്റെ അടിസ്ഥാന മാതൃകകളായി മാറി. ശ്രദ്ധിക്കണം. അപ്പോൾ ഭാരതീയ നാടകവേദിയെ സ്വാധീനിച്ച ചില ചിന്താഗതികൾ ഇവരുടെയൊക്കെയാണ്. ഭാസൻ, കാളിദാസൻ, ഭവഭൂതി തുടങ്ങിയവരുടെ ചില ചിന്തകൾ.